ആകെ ഒരു തളർച്ച, വീഴ്ച. തേങ്ങയിലെ പൂക്കൾ ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചതാണ്? അയ്യോ, പൂക്കളുടെ കുഴപ്പമില്ല, അത് പഠിക്കാത്തോണ്ടുള്ള കുഴപ്പമില്ല. ഞാനൊരു കഠിന പ്രയത്നത്തിലാണ്. എന്ത്? വേറൊന്നല്ല, എനിക്കൊരു മലയാള സിനിമ കിട്ടിയിട്ടുണ്ട്. ആണോ? മലയാള സിനിമയിലെ നായകനായിട്ടാ? അത് ശരി, ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ എനിക്ക് എന്റേതായുള്ള ഒരു ശൈലിയും ശബ്ദവും ഉണ്ടാക്കിയെടുക്കും. എന്റേതായുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടാക്കിയെടുക്കും. നീ ശ്രദ്ധിച്ചിട്ടില്ലേ, പണ്ടത്തെ നായക നടന്മാരൊക്കെ അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്, ശബ്ദമുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ്. ഉദാഹരണത്തിന് ജയൻ, കേട്ടില്ലേ? അതെനിക്ക് മനസ്സിലായി, ഗേൾസ് ആണെന്ന്. വേറെ ആരാ? ബാക്കി പറയൂ. നസീർക്ക, മണ്ടിപ്പെണ്ണ്, അങ്ങനെയല്ല, ഒന്ന് ചിരിച്ച്, അങ്ങനെയല്ല, ഇങ്ങനെ. ശ്രദ്ധിച്ചില്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നവരോ മമ്മൂക്ക. നീ കണ്ട ഇന്ത്യയല്ല ഇന്ത്യ, ജനകോടികളുടെ ഇന്ത്യ, കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അത് കണ്ട് ലാലേട്ടനോ? ലാലേട്ടൻ ഇതൊരു സ്റ്റൈല്, ലാലേട്ടന്റെ സ്റ്റൈല് അല്ലേ? കണ്ടില്ലേ? അത് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിനുശേഷം വന്ന ന്യൂ ജനറേഷൻ നായക നടന്മാർക്കൊന്നും സ്വന്തമായിട്ടൊരു ശൈലിയില്ല, സ്വന്തമായിട്ടൊരു ശബ്ദമില്ല, ഒരു ആറ്റിറ്റ്യൂഡ്. ശ്രദ്ധിച്ചിട്ടില്ലേ? അത് പറഞ്ഞപ്പോ ഷാനു പറഞ്ഞപ്പോ അത് വളരെ കറക്റ്റ് ആണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇപ്പോഴത്തെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് എന്റെ കാഴ്ചപ്പാട്. അപ്പോ ഷാനു അതിനു വേണ്ടിട്ട് ഇപ്പൊ എന്താ ഉദ്ദേശിക്കണേ? അതുപോലെ പണ്ടത്തെ അവർക്ക് കിട്ടുന്ന ആ റീച്ച് ഒന്നും ഇപ്പത്തെ നായക നടന്മാർ കിട്ടുന്നില്ല. അതുകൊണ്ട് ആ റീച്ച് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ. സ്വന്തമായിട്ട് ഒരു ശൈലിയോ ഒരു ശബ്ദമോ ഇല്ലാത്തതുകൊണ്ടാണ് സീതയെന്ന് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടെ പിള്ളേരെ കണ്ട് അവരെ അഭിനയിക്കുന്ന ശൈലിയും സൗണ്ടൊക്കെ അനുകരിച്ച് പഠിച്ചുകൊണ്ട് വരാനാണ് കോന്നിച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കണേ. ഇവിടെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണിപ്പോ. അപ്പൊ പിള്ളേരെ കണ്ട് പഠിച്ചാൽ മതി കേട്ടോ. വാ ഇങ്ങോട്ട്, കിടന്ന് വലിയ ഡയലോഗ് അടിക്കാണ്ട്. എന്തെന്നാ നിന്നെ ആരും വിളിച്ചടേ ശല്യം, നീ പറ്റിയുണ്ടാകത്തു പോയി. നീര വരൂ. എന്നെ പറ്റി പ്രത്യേകിച്ച് പറ. അകത്തോട്ട് കയറിക്കൊള്ളു. ഇതാണ് എന്റെ മുറി. തൽക്കാലം ബാഗും പെട്ടിയും ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട്, കിണറും അതിനടുത്ത് തന്നെ ഉണ്ട്. റെസ്റ്റ് എടുത്തോളൂ. അവളെ വിളിച്ച് ഞങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരാ. അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട്, ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. എന്തായാലും കലക്കിട. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ എവിടുന്ന് പൊക്കിയിട ഇതിനെ? എവിടുന്നും പൊക്കിയതും താഴ്ത്തിയൊന്നുമല്ല. ഇവളെന്റെ മുറപ്പെണ്ണ. എന്റെ അല്ല അവന്റെ. നിന്റെ മുറപ്പെണ്ണ? അതെ, എന്റെ അമ്മാവന്റെ മകൾ മീര. നിന്റെ ഏതമ്മാവന്റെ? ദേ, അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അവള് അപ്പം ഉണ്ടാക്കോ? ഓ, അപ്പം തിന്നാ മതി. ഇവ കുഴി എണ്ണണ്ടാന്ന്. ഓക്കെ, ഞാൻ കുഴി എണ്ണുന്നില്ല. ഏതായാലും അവൾ എന്റെ നായികയാകുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അമ്മാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവള് നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ നായകനായിരിക്കണമെന്ന്. പോയി പള്ളി പറഞ്ഞാ മതി. മത്താച്ചേട്ടാ, ഇത് അടവ്. എന്റെ നായക വേഷം തട്ടിയെടുക്കാനുള്ള ഇതിന്റെ അടവ്. അതേടാ, അടവ് തന്നെ. നിനക്ക് നായകനാവണമെങ്കിൽ നീ പോയി കൊണ്ടുപോകണം നായികയെ. ഞാൻ കൊണ്ടുവന്ന നായികയെ വെച്ച് നീ അങ്ങനെ നായകനാവണ്ട. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നായകന് നായികയെ സപ്ലൈ ചെയ്യുന്ന വില്ലൻ, നായകന്റെ നായികയെ തട്ടിയെടുക്കുന്നില്ലേ വില്ലൻ? പിന്നെ അപ്പൊ ഇവരല്ലേ വില്ലൻ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഓരാ, മത്തായി ചേട്ടനോട് തീരുമാനിക്കട്ടെ. പക്ഷെ നായികയും വേറെ തീരുമാനിക്കേണ്ടി വരും. അല്ല, ഇവൻ നായകനും നീ വില്ലനും ആയി വെച്ചിട്ട് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? അപ്പൊ ഈ കഴിഞ്ഞ നാടകങ്ങളൊക്കെയോ? അങ്ങനെ ആയിരക്കണക്കിന് നാടകമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആകപ്പാടെ ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ. പോരെ, എത്രായിരം ജനം കണ്ടതാ. അവരോടൊക്കെ എന്ത് സമാധാനം പറയും? അവരെല്ലാം സന്തോഷിക്കും. നീ മിണ്ടരുത്. തന്നെയുമല്ല, നായകനാവാനുള്ള ലുക്ക് വേണുണ്ടോ? ലുക്കിന്റെ പുണ്യൊന്നും നീ പറയണ്ട. ലുക്ക് നോക്കി നായകനാക്കണമെങ്കിൽ പുറത്തുനിന്ന് ആമ്പിളരെ വിളിച്ചോണ്ടെന്ന് അഭിനയിപ്പിക്കേണ്ടി വരും. നീ പറ, നിനക്കിപ്പോ വില്ലനാവാൻ പറ്റുമോ? പറ. നീ എവിടേക്ക് പോണേ? പറ്റൂല്ലെങ്കിൽ പോവാൻ പറ മത്തായി ചേട്ടാ. മത്തായി ചേട്ടൻ എത്ര വില്ലൻ വേണം? ഞാൻ കൊണ്ടുവരാം. നല്ല മണി പോലുള്ള വില്ലന്മാരെ. നീ കൊണ്ടുവരും. അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ ഒഴിപ്പിക്കാൻ നോക്കണ്ട. മത്താച്ചേട്ടാ, ഞാൻ തയ്യാറാ. വില്ലനെങ്കിൽ വില്ലൻ. നീ എനിക്ക് ക്ഷയിക്കണ്ടെന്ന്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. നായകൻ നീ, വില്ലൻ
നീ തെറ്റി. നായകൻ നീ, വില്ലൻ നീ. പ്രശ്നം തീർന്നല്ലോ. ഇവനോട് പോയി. ഇതൊക്കെ പറയാൻ വേണ്ടി പാതിരാത്രി കയറി വരണോ? പൂനിലവേ മച്ചിന്റെ മേലിരുന്നൊളിച്ചു നോക്കാൻ ലജ്ജയില്ലേ? നീ അതേടാ, ഞാൻ തന്നെ. ഞാൻ കൊല്ലൂടാ. ഇവനുണ്ടല്ലോ ഈ ഊളെ, ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇവൻ എന്റെ പെണ്ണിന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. അത് ഇവനെ നോക്കിയതാ മത്താച്ചേട്ടാ. എന്നെ നോക്കണത് അവളുടെ മുറിയിലാണോ? എന്നെ കാണണമെങ്കിൽ കക്കൂസി വന്ന് നോക്കണമായിരുന്നു. അപ്പൊ നീ കക്കൂസിലാണ് കിടന്നുറങ്ങിയത്? കിടന്നുറങ്ങിയതല്ല മത്താച്ചേട്ടാ, ഞാൻ കക്കൂസി പോകുന്ന തക്കം നോക്കി ഇവൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. നോക്കി സത്യമാ. അതിനകത്ത് ആരാന്നറിയാൻ നോക്കിയതാ. ഇവൻ കക്കൂസിലായിരുന്നെങ്കിൽ പിന്നെ അതിനകത്ത് ആരാ? അതിനകത്താര്? അവള് തന്നെ. അല്ല, അതിനകത്ത് അവളെ കൂടാതെ വേറെ ആരാണ്ടുണ്ട്. അവൾ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവൾ ആരോട് സംസാരിക്കാൻ? വെറുതെ എന്റെ പെണ്ണിനെ പറ്റി വേണ്ടാതിനും പറഞ്ഞാലുണ്ടല്ലോ. വേണ്ടാതീനോണോ വേണ്ടാത്ത ദിനോണോ ചെന്ന് വാതിലോട് നോക്കണം. മീരേ, മീരേ, വാതിലൊന്ന് തുറന്നേ. ആരാകത്ത്? ആരുമില്ല. എന്നാ പോവാ. നിക്കേ, പിന്നെ നീ ആരോട് സംസാരിച്ചത്? ഞാൻ ആരോടും സംസാരിച്ചില്ല. ഞാൻ കേട്ടാണല്ലോ നീ സംസാരിക്കുന്നത്. അതോ, ദേ ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്താച്ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്കും നാടകം കാണാപ്പാടമായിരിക്കണോന്ന്. അയ്യോ, ഇവിടെ ഒന്നും ആളെ കാണുന്നില്ലല്ലോ. ഈ സ്കിറ്റിന്ന് വല്ലതും പഠിച്ചു വന്നോ? അതേ സ്കിറ്റ് കണ്ടിട്ട് ഓടിപ്പോയോ? ഇവിടെ എവിടെയും കാണുന്നില്ല. ഇക്ക വന്നാ ചിരിയൊക്കെ കണ്ടിട്ട് പഠിച്ചെന്ന് തോന്നുന്നു. പഠിച്ചാ? പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഇവന്മാരുടെ അടുത്തൊക്കെ ഞാൻ എങ്ങനെ പഠിക്കാനാ? നിങ്ങളല്ലേ ഇവര് പുലികള്. എന്താ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് നോക്കി പഠിക്കണമെന്ന് പറഞ്ഞതല്ല ഞാൻ. നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല, എനിക്ക് മനസ്സിലായി. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും കഴിയില്ല എന്നുള്ളത്. ഇത് ഈ അഭിനയം, പാട്ട്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് വരണം. അതൊരു ഇൻബോൺ ടാലന്റ് ആണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. എനിക്കുണ്ട് അത്. അതുകൊണ്ട് ഞാൻ പറയണ ആ ഉപദേശം ഒന്ന് കേൾക്ക്. എന്നിട്ട് ഓരോ കാര്യം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. അവരെങ്ങോട്ടാണ് മൂവ് ചെയ്യണത്, അവരെന്താണ് ചെയ്യണത്, ഇതൊക്കെ നോക്കി പഠിക്കണം. ചുമ്മാ ഇത് ചുമ്മാ കളിതമാശ പാടില്ലാട്ടോ. ഇത് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് സമൂഹത്തിൽ നമ്മളൊരു സൂപ്പർ ഹീറോസ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നീ നോക്കിക്കോടി, ഈ കട്ടുറുമ്പിൽ നിന്ന് ഞാൻ പോകുമ്പോ ഒരു സൂപ്പർ ഹീറോ ആയിട്ടുണ്ടാവും. അടുത്തതൊരു സൂപ്പർ ഹീറോ പെർഫോമൻസ് ആണ്. അത് കണ്ടിട്ടെങ്കിലും പഠിക്കണം. എന്നിട്ട് മതി ഈ ഡയലോഗ്. കേട്ടോ? വാ വാ, ഓടി വാ. സമയമില്ല. എടാ ഡോലു, എന്താണ് ബോലു? ഇന്നവൻ വന്നാലുടൻ തന്നെ അവനെ വിട്ട് ഫോൺ ചെയ്യിപ്പിച്ച് ഇവൾക്കുള്ള മോചനദ്രവ്യം നമുക്ക് അവകാശപ്പെടാം. മോഷണദ്രവ്യോ? എടാ, മോചനദ്രവ്യം ഇവളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാശ്. അത് വീതിച്ചെടുത്തിട്ട് വേണം നമുക്ക് വിസ എടുത്ത് ഗൾഫിൽ പോകാൻ. ദുബായിക്ക്. ഒന്ന് മൂളാതെ എന്തേലും പറയടാ ഡോലു. അവൻ നമ്മുടെ ഭീമളിയൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നമ്മളൊന്ന് കാണാൻ പോകാഞ്ഞത് ഭയങ്കര മോശമായി പോയി. പോവരുത്. അതെന്താ? എടാ, നമ്മള് വയ്യാതെ കിടന്നപ്പോ അവൻ വന്ന് നോക്കിയില്ലേ? നോക്കി, 5 ദിവസം വന്ന് നോക്കി. നമ്മൾ ഇനി അവനെ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് പകരം വീട്ടിലാവൂടാ. അങ്ങനാണാ? ഓഹോ. ഇവിടെ ബായിന്ന് ഒരു കാരണവശാലും ആ സ്റ്റിക്കർ ഇളക്കരുത്. എങ്കിൽ ഇവിടെ കിടന്ന് ബഹളം വെച്ച് നമ്മളെ നശിപ്പിച്ചു കളയും. എന്റെ പൊന്നടാവി, ആ കൊച്ചു വിശന്നിട്ടായിരിക്കും കിടന്ന് മമ്മമ്മമ്മ പറയുന്നത്. നിന്റെ പറച്ചില് കേട്ടാ നമുക്ക് വിശപ്പില്ലാന്ന് തോന്നുന്നു. മമ്മമ്മമ്മ എനിക്കും വിശക്കുന്നു. ആ, ഞാനൊരു കാര്യം പറയാം. ഇവളെ മോചിപ്പിക്കുന്ന പൈസ കുടിപ്പിക്കുന്നു. എടാ, മോചിപ്പിക്കുന്ന പൈസ എന്തായാലും ഇവളെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് പൈസ നമുക്ക് കിട്ടും. അത് അവനെ വിട്ട് വിളിച്ചു പറയിച്ചാൽ നമുക്ക് കിട്ടും. അപ്പൊ ആ പൈസ ഫുള്ള് നമ്മൾ രണ്ടുപേർ വീതിച്ചെടുക്കാവൂ. ഒരു തുള്ളി പോലും ഭീമന് കൊടുക്കരുത്. അതെന്തുവല്ലേ നിനക്ക് ഭീം ബ്രോയുടെ ഇത്ര വൈരാഗ്യം? എടാ, ഞാൻ അവന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു സഹായം ചോദിച്ചു. അവൻ ചെയ്തു തന്നില്ലെന്ന്. എന്ത് സഹായം? എനിക്ക് ഇത്തിരി പൈസയുടെ ആവശ്യമുള്ള കാര്യം നിനക്കറിയാവില്ല. അറിയാം. ഞാൻ അവനോട് പറഞ്ഞു, എടാ സ്റ്റേറ്റ് ബാങ്ക് ഒന്ന് കുത്തി തുറന്ന് ഇച്ചിരി പൈസ എടുത്ത് തരാൻ. അവൻ തന്നില്ലടാ. സ്റ്റേറ്റ് ബാങ്ക് കുത്തി തുറക്കാനാ? എടാ, അവനെ പോലീസ് പിടിക്കില്ലടാ അതൊക്കെ ചെയ്താ. ടിക്കറ്റെന്ന് അടങ്ങിയിരിക്കൊച്ചെ, അടിക്കാതെ. ചെടി വിരൽ പിടിച്ച കൊച്ചെ, അടങ്ങിയിരിക്കുക. ഞങ്ങളെ കണ്ടതുപോലല്ല, ഞങ്ങളുടെ തലവനുണ്ട്, ഹെഡ് ഓഫീസ് ചോട്ടാ ഭീം.
അവൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന എന്താന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ആ മൂലയ്ക്ക് പോയിരിക്കും മോള് കേട്ടാ. മാമന്മാര് പിന്നെ മാമൻ തരാം കേട്ടാ. വരുന്നളിയാ ചോട്ടാ ഭീം. എടാ ഡോലു പോലു, നീയൊക്കെ എന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് എടാ ഒരു വകയ്ക്ക് നിന്നെ ഒന്നും കൊള്ളത്തില്ല. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജ് 5 ദിവസം കിടന്നിട്ട് നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലേടാ. തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. അതെന്താ? എന്റെ പെടലി ഉളുക്കിയിരിക്കുവാളിയാ, അത് കാരണം തിരിഞ്ഞു നോക്കാൻ പറ്റുകയില്ല. എടാ ബോലു, വണ്ടാനത്തെ ഡോക്ടർ എന്താ പറഞ്ഞ നീ അറിഞ്ഞ? ഞാൻ എങ്ങനെയാ കേൾക്കുന്നത്? നിന്റെ അടുത്തല്ലേ പറഞ്ഞു, എനിക്ക് കേൾക്കാൻ പറ്റൂലല്ലോ. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഇനി മേല ഞാൻ ലഡു കൈകൊണ്ട് തൊട്ടാൽ ഞാൻ പ്രമേഹം വന്ന് ചത്തുപോകുന്ന അയാള് പറഞ്ഞത്. നിങ്ങൾക്കറിയാവല്ലോ, ഞാൻ ലഡു തിന്നില്ലെങ്കിൽ എനിക്ക് ശക്തി കിട്ടത്തില്ല. എനിക്ക് ശക്തി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജനങ്ങളെ സേവിക്കും? നിങ്ങൾ പറ, ഞാൻ എങ്ങനെ ജനങ്ങളെ സേവിക്കും? എടാ ചോട്ടാബിനെ, നമ്മളിങ്ങനെ ജനങ്ങളെ സേവിച്ച് നടക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. അതിനുള്ള വഴി നമുക്ക് മുന്നിലുണ്ട്. എന്ത് വഴി? കിടുക്കാച്ചി. കിടുക്കാച്ചിയോ? അല്ല മറ്റേ എന്താ, ഡിക്കാപ്പി. ഡിക്കാപ്പിയോ? എടാ ഈ കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് എന്തോ പറയുന്നത്? കിഡ്നാപ്പ്. അതെ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടു വന്നു. എടാ മഹാബാബി, ഈ കൊച്ചിനെ എവിടുന്നാണ് തട്ടിക്കൊണ്ടു വന്നത്? എടാ കഷ്ടം. ആ കൊച്ചിന്റെ സ്റ്റിക്കറെങ്കിലും ഒന്ന് ഇളക്കിക്കള. ആ കൊച്ചി നന്നായിട്ടൊന്ന് കരയുമെങ്കിലും ചെയ്യട്ടെ. അയ്യോ കരയുമല്ല അത്. പിന്നെ നല്ല തെറി വിളിക്കുക. ചെവി പൊട്ടിയിട്ടാ അതിന്റെ വായിക്കാത്ത സ്റ്റിക്കർ ഒട്ടിച്ചത്. എന്തായാലും നമ്മള് തട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ ഇതിന്റെ പേരൻസിനെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. 50,000 രൂപ ആവശ്യപ്പെട്ടു. അവർ കൊണ്ടുവരാതും പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപ? 50,000 രൂപ. എടാ മഹാഭാവികളെ, സ്വന്തം കുഞ്ഞിനെ 5 വയസ്സ് വരെ പോറ്റി വളർത്തിയ അച്ഛനും അമ്മയുടെ മുഖത്ത് നോക്കി 50,000 രൂപ ചോദിക്കാൻ നിനക്ക് മനസ്സൊക്കെ ഇത്ര കട്ടിയായിരുന്നു ദൈവമേ? എടാ ഏത് കണ്ണുപൊട്ടനും നോക്കി ഈ കൊച്ചിന്റെ മുഖത്ത് നോക്കി 1 ലക്ഷം രൂപയെങ്കിലും ചോദിക്കരുതായിരുന്നോടാ? 50,000 രൂപ ചോദിച്ചോണ്ട് വന്നേക്കുന്നു. ഈശ്വര, ഞാൻ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയും? വെറുതെ പട്ടി കരയുന്നത് പോലെ കിടന്ന് കരയരുത്. പണ്ടൊരു മുട്ടായിക്ക് വേണ്ടി മോഷണം നടത്തിയതുപോലെയുള്ള ചോട്ടാബീനും തോലും പോലും അല്ല നമ്മൾ. നമ്മളിപ്പോൾ വളർന്ന് പന്തലിച്ച് വലിയ 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 ഐ ആം എ ഡോൺ. ഡോൺ ഈസ് എ ഡോൺ. ഡോലുപോലു, എന്തായാലും കൊള്ളസങ്കേതമൊക്കെ നമ്മൾ തുടങ്ങിയില്ലേ? ഇവിടെ എൻജോയ്മെന്റിന് വേറെ പരിപാടിയൊന്നും ഇല്ലടാ? എന്ത്? മുംബൈ ശാന്തയുടെ ഡാൻസ്. മുംബൈ ശാന്തയല്ല, ബോംബെ ശാന്തയല്ലേ? തുള്ളിയേച്ചു പോയതാരാ? മുംബൈ ശാന്തി. നീ ഒരു കാര്യം ചെയ്യും, ഈ കൊച്ചിനെ ഇവിടുന്ന് അടിച്ചു വെച്ചിട്ട് അവളെ ആദ്യം പിടിച്ച് കെട്ടിയിട്. എന്നിട്ട് അവിടെ തന്തയോടെ തള്ള മോചനദ്രവ്യം ചോദിക്കുക. എന്നടാ ഇത്? പെറ്റ തള്ള സഹിക്കൂലടേ. അടങ്ങ് കൊച്ചെ. മിസ്റ്റർ ചൂട്ടും കെട്ടും. കൂട്ടും കെട്ടും അല്ല ചോട്ടാബീൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തായാലും നമ്മൾ ഈ കൊച്ചിനെ മോചിപ്പിക്കുമ്പോ കുറച്ച് പൈസ കിട്ടും. നേരത്തെ പറഞ്ഞു വെച്ചതാ, എന്നാലും ഒന്നുകൂടെ പറയുക. ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചോട്ടാബീന്റെ ഉദ്ദേശം എന്താണ്? ആ പൈസ ഈക്വലായിട്ട് വീതിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്ന് നിങ്ങളെ സ്വസ്ഥതയാക്കും. എന്നിട്ട് ബാക്കി വരുന്ന പൈസ കൊണ്ട് ഞാനും എന്റെ രാധയും സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിക്കും. രാധേ, എന്റെ രാധേ. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? എന്റെ ചോട്ടാബീനെ വെറുതെ സ്വപ്നം കണ്ടോണ്ട് നിൽക്കാതെ ആ കൊച്ചിന്റെ അച്ഛനെയും വിളിച്ചിട്ട് പൈസ ചോദിക്ക്. ഫോണട്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ബിസിയാണ്. അയ്യോ, അയാളല്ല, അയാളുടെ പെണ്ണുമ്പിള്ള എടുത്ത് ബിസിയാന്ന് കുളിക്കാൻ പോയതായിരിക്കും. വന്നിട്ട് വിളിക്കാം ഒന്നുകൂടെ.
ചോട്ടാ ബീനെ, എന്തോ നിന്റെ ചെബുക്കല്ലടിച്ച് പറിക്കാൻ വയ്യാത്തോണ്ടാ. എടാ അത് നിന്റെ ഫോണിന് ബാലൻസ് ഇല്ലെന്നാ മൊബൈൽ കമ്പനിക്കാരി പറഞ്ഞതാ. എന്നാ നിന്റെ ഫോണിൽ നിന്ന് വിളി. ഹലോ, നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എത്രയും പെട്ടെന്ന് പണവുമായി എത്തിയാൽ കുട്ടിയെ കൊണ്ടുപോകാം. പറഞ്ഞ പൈസയുമായി എത്തണം വൈകിട്ട് 4 മണിക്കകം. ആരടാ ചോട്ടാബീൻ? ഞാനാ ചോട്ടാബീൻ. എടാ നീ അത്രയ്ക്കങ്ങ് ഓളിയും കൂട്ടണ്ട. നിന്റെ പേര് തന്നെ ഉണ്ട് നീ ചോട്ടാബീനാണെന്ന്. നീ എത്രടാ എന്റെ കൊച്ചിന് മോചന ദ്രവ്യം ചോദിച്ചത്? 1 ലക്ഷം രൂപ. എന്നാ ഇന്നാ പിടി 2 ലക്ഷം രൂപയുണ്ട്. 2 ലക്ഷം രൂപ? എടാ ഡോലി പോലു ആ കൊച്ചിനെ എത്രയും പെട്ടെന്ന് അടിച്ചു വിട്. അഴിച്ചു വിടണ്ട. അടിച്ചു വിടണ്ടേ? ആ അതെന്താ? എടാ 1 ലക്ഷം രൂപയല്ലേ നീ ചോദിച്ചത്? അതെ. അഡീഷണൽ 1 ലക്ഷം രൂപ ഞാൻ തന്നെ എന്തിനാന്നറിയാവോ? അറിയില്ല. ഒന്നാമത് 2 മാസം വെക്കേഷൻ. ഈ 2 മാസം ഈ കൊച്ചിനെ ഞാനെങ്ങനെ എന്റെ വീട്ടിൽ സഹിക്കും? നിങ്ങളിട്ട് വളർത്തിക്കോ. ഡോലു പോലു നമ്മള് പെട്ടടാ. പത്മശ്രീ കിട്ടിയ നിങ്ങൾ എന്താ ചെയ്യാ? ഇവിടെ വലിയ വലിയ ആൾക്കാർ കാണിക്കുന്നുണ്ടല്ലേ, ഞാൻ അത് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഇത് ഞാൻ ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ. അതുപോലെ ഞാൻ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു? ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പത്മശ്രീ കട്ടുറുമ്പിലെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ട് നിങ്ങൾ വാങ്ങിച്ചെടുത്താണ്. അതുകൊണ്ട് ഇത് അവർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പത്മശ്രീ ഡെഡിക്കേറ്റഡ് ടു കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. ഇത് നമുക്ക് ബാക്കിയുള്ളതുണ്ടെങ്കിൽ പ്രാഞ്ചേട്ടന്റെ സ്കിറ്റ് കണ്ടിട്ട് പഠിക്കാം. ഈ പത്മശ്രീ നീ തന്നെ അതൊക്കെ ഞാൻ പിടിച്ചോളാം. വാ. ഓ, അവളെ കുറിച്ചുള്ള നിന്റെ ഒരു അഭിപ്രായം എന്താ? വല്ലതും വെച്ചുണ്ടാക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്ത് ചെയ്താലും നല്ല വൃത്തിയിലേ ചെയ്യൂ. അടുക്കളപ്പണിയപ്പോ വലിയ കാര്യം, വെച്ചുണ്ടാക്കാനൊക്കെ അവള് പഠിച്ചോളൂടാ. ഇനി എന്ന് പഠിക്കാനാ? ഇടയ്ക്ക് അവൾ എങ്ങടാ മുങ്ങണേന്നാ. പിന്നെ അവൾക്ക് ആ ഡ്രൈവർ സുബ്രനുമായിട്ട് ചില കുശുശുക്കളുണ്ട്. അവൻ ആള് വൃത്തിയാട്ടോനാ. നമ്മടെ സുബ്രൻ? ആ, കഴിഞ്ഞ ദിവസം അടുക്കളയെന്ന് ഒരു ചിരിയും കളിയും. ചെന്ന് നോക്കുമ്പോഴുണ്ട് അവള് കൈലിയും തെരത്ത് കയറ്റി നിന്ന് തേങ്ങ പൊതിക്കണു. ഒപ്പോട്ടി അവനും ഓടിച്ചു ഞാൻ രണ്ടിനെ. നീ ഇപ്പൊ ആരുടെ കാര്യം പറഞ്ഞേ? ഇമ്മടെ ജോലിക്കാരി എൽസിയുടെ കാര്യം തന്നെയാ പറയണേ. പോത്തെ, ഞാൻ പത്മശ്രീയുടെ കാര്യടാ ചോദിച്ചേ. എന്താ നിന്റെ അഭിപ്രായം? എന്റെ കർത്താവേ, അത് ചന്ദനക്കോടല്ലേ? എനിക്ക് അവളോടൊന്ന് പറയണല്ലടാ, എനിക്ക് അവളെ ഇഷ്ടാണെന്ന്. എന്നാ വെച്ച് വഹിക്കണ്ടാ. ഈ കിടാവ് വരാൻ വേണ്ടി ലേറ്റ് ആയതാവും പ്രാഞ്ചേട്ടന്റെ കെട്ട്. എങ്ങനെ ചോദിക്കും? എന്റെ മുഖത്ത് നോക്കി റിഹേഴ്സൽ ഇടും. എന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോണെന്ന്. എന്റെ മുഖത്തിന്റെ ഗ്ലാമർ ഞാൻ മറക്കാട്ടാ. എന്നാ പിന്നെ റിഹേഴ്സൽ നോക്കല്ലേ? ഞാൻ റെഡിയാണ്ടാ, വന്നോളൂ. ആരേത്? ഞാനല്ലേ ജപ്പൻ. മനസ്സിലായടാ പോത്തെ. വരിക, ഇരിക്ക. പത്മശ്രീ കിട്ടാൻ വേണ്ടി സകല കളിയും കളിച്ച് കയ്യിലെ കാശും പോയി തോറ്റ് പാളീസായി നിൽക്കണ നേരത്താ ഞാൻ കുട്ടി ആദ്യമായിട്ട് കാണണേ. ജീവനിലൊരു പത്മശ്രീനെ എൻ്റെ മുന്നിലേക്ക് ഫ്രാൻസിസ് പുണ്യാളം കൊണ്ടു നിർത്തിയ പോലെ എനിക്ക് തോന്നണേ. അപ്പൊ ഞാൻ എന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട, ഞാൻ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഒന്ന് തല ഉലിക്കാ മതി, ഡയലോഗ് വേണ്ട. ഒന്ന് വേഗം ആവണണ്ടാ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അപ്പൊ പറയൂ, എഡ്യൂക്കേഷൻ തീരെ ഇല്ലാത്തൊരു ബിസിനസ്സുകാരനെ വിവാഹം കഴിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇങ്ങനൊന്നും അല്ല പറയാൻ പോണേ. ഞാൻ നാളെ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കും, എനിക്കൊരു ഫോട്ടോ തരുമോ? എന്തിനാന്ന് ചോദിച്ചാ ഞാൻ പറയൂടാ, കുറെ കാലം കഴിഞ്ഞിട്ട് മക്കളെ കാണിക്കാനാന്ന്. എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ അമ്മ സമ്മതം മൂളിയ ദിവസം അവളിതേ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇരുന്നെന്ന്. നേരം വെളുക്കട്ടാ, അവള് വരൂട അയ്യപ്പ, ഈ വീട്ടിലേക്കല്ല എന്റെ ജീവിതത്തിലേക്ക് അവള് വരും. ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. ഓമന് കാർ അയച്ചു. ആദ്യം അവള് ഡ്രോപ്പ് ചെയ്യാന്നാ പറഞ്ഞേ, പിന്നെന്തോ അവള് പ്രോഗ്രാം മാറ്റി. അത് നന്നായി. എനിക്ക് ആരും കാണാണ്ട ഒരു കാര്യം പറയണ്ടായിരുന്നു. പറയൂ. അത് എന്താ ബ്രാഞ്ചിട്ട് ഒരു പരിങ്ങല്? ഇങ്ങോട്ട് പോരട്ടേന്ന്. അല്ല, അത് ഒന്നുമില്ലേ, നമ്മുടെ സ്ഥലത്തിന്റെ കാര്യം. ഓ, അതാണോ?
എന്താ എന്റെ കസിൻസിന് പ്രാഞ്ചേട്ടൻ കൊടുത്ത 2.5 ക്രോസിന് എന്റെ പേഴ്സണൽ അക്കൗണ്ടിന്റെ ചെക്ക്. പിന്നെ ഞാൻ അത്രയും എമൗണ്ട് പ്രാഞ്ചേട്ടന് തരാനുണ്ട് എന്നത് ഒരു ബോണ്ട് പേപ്പറിൽ എഴുതി ഞാൻ സൈൻ ചെയ്തത്. ഓരോ റപ്പ്. ഞാൻ ചോദിച്ചില്ലല്ലോ. ഇല്ല, പക്ഷെ അവരുടെ ഷെയർ പ്രാഞ്ചേട്ടൻ എഴുതി വാങ്ങിയിട്ട് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് എന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ടല്ലേ. ആ കടം ഞാൻ വീട്ടും വരെ ഒരു ഗ്യാരണ്ടി ആയിട്ട് ഇത് കൈവെക്കണം. തരക്കേടില്ലല്ലോ. റിയൽ എസ്റ്റേറ്റിൽ ഞാൻ കളിക്കാത്ത കളിയില്ല പത്മശ്രീ. ആളുകളെ കിഡ്നിയുടെ അവകാശം വരെ ഞാൻ എഴുതി മേടിക്കും. ഇത് പക്ഷേ നമ്മൾ തമ്മിലത് ആവശ്യമില്ലട്ടാ. വേണം പ്രാഞ്ചേട്ടാ. ഞാനിന്ന് ബോംബെക്ക് പോകുന്ന ഫ്ലൈറ്റ് ക്രാഷ് ആയാലും പ്രാഞ്ചേട്ടന്റെ പണം പ്രാഞ്ചേട്ടന് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു തെളിവ് വേണ്ടേ? അതിനാ ഇത്. പിടി. ആർക്കിടെക്ട് തരുൺ മിശ്ര. അങ്ങനൊരു ചീങ്കണി ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫില്. പച്ചയ്ക്ക് പറഞ്ഞ നമ്മുടെ കാൽമുഖൻ. കുറേ കാലം ഞങ്ങൾ കാൽമിച്ച്. കല്യാണം കഴിക്കണതിന് മുമ്പ് 2 കൂട്ടർക്കും സ്വന്തമായിട്ട് കിടപ്പാടൊന്നൊരാഗ്രഹം ഉണ്ടായി. എന്റെ അമ്മ തന്നതും ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയതും എന്തിന്? കാതിലെ കമ്മലും പാദസരം വരെ വിറ്റ് ഞാനും ആ അറുമുഖനും കൂടി 50-50 ആയിട്ടൊരു ഫ്ലാറ്റ് വാങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കഴുത മോറിന്റെ റിയൽ കളർ കണ്ടത്. ഒരു തരത്തിലും കൂടെ പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ നീട്ടി ഒരു ഗുഡ് ബൈയാ പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യാ, പിരിഞ്ഞതിന്റെ ദേഷ്യം കൊണ്ട് ഇപ്പൊ ആ ഫ്ലാറ്റ് വെക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. 2 പേരുടെയും പേരിൽ വാങ്ങിച്ചതല്ലേ, വിൽക്കണമെങ്കിൽ അവന്റെ സമ്മതം വേണമല്ലോ. എന്താ ചെയ്യാ, തിന്നുകയില്ല തീറ്റിക്കയില്ല. തൊഴുത്തി കെട്ടിയ ഡോഗ്. ഇത്തവണത്തെ ബോംബെ യാത്ര അവന്റെ 6ാം വരിക്ക് പിച്ചാത്തി വെച്ചിട്ട് പറയാനാ, ഡാ പിപ്പിടി കാണിക്കല്ലേടാന്ന്. ഫ്ലാറ്റ് വിറ്റാ ഞാൻ പ്രാഞ്ചേട്ടന്റെ കടം വക്കൊടിയേണ്ട ഫുള്ളായിട്ട് വീട്ടും. ഇൻവെസ്റ്റ്മെന്റിന്റെ 6 ഇരട്ടിയാ ഇപ്പൊ പറയണ വില. വാങ്ങാൻ ആളുണ്ട്. ചെറമ്മൽ ഈനാശുവിന്റെ മോന് ഈ മുദ്രക്കടലാസും ചെക്ക് ലീഫും വേണ്ട. ഈ മേനോത്തിന് എനിക്ക് വിശ്വാസ. ഒരു വലിയ നന്ദി നിങ്ങളോട് പറയാനുണ്ട്. പണം തന്നെ എന്നെ സഹായിച്ചതിനല്ല, നിങ്ങൾ എന്നോട് 2 വാക്കിൽ പ്രപ്പോസ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട്. എനിക്കിഷ്ടമാണ് നിന്നെ എന്നോ മറ്റോ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു ബോറാകുമായിരുന്നെന്നറിയോ. ഒരു പുരുഷൻ തന്ന ടോർച്ചർ തന്നെ മതി ഈ ജീവിതം മുഴുവൻ ഓർത്ത് കരയാൻ. ഞാൻ ഇറങ്ങട്ടെ. ഇനി പറയാൻ തുടങ്ങിയ ബോറാവും. ബൈ. ഓ, പഠിപ്പിച്ച് ഞാൻ മടുത്തു. എന്തെങ്കിലും പഠിച്ചു എന്ന് വിചാരിക്കണോ? ഇന്നത്തെ പഠിത്ത ക്ലാസ് കഴിഞ്ഞു. നമ്മുടെ കട്ട്റൂമിന്റെ സ്കൂള് വിട്ടിരിക്കുകയാണ്. അപ്പൊ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ് പറഞ്ഞോ. ഗുഡ് നൈറ്റ്.